എല്ലാ സൂര്യ ടിവി പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം മൈ ജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ കോബ്രനഡ് ബൈ KSFE ഹാർമണി ചിട്ടികൾ ആൻഡ് ഹാപ്പി കോഴിക്കോടിൽ വന്ന് മത്സരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് സംതൃപ്തി ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പങ്കെടുക്കാൻ പറ്റാത്ത മത്സരാർത്ഥികളെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾ കോഴിക്കോട് ലൂസേഴ്സ് ഫൈനൽ എഡിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ലൂസേഴ്സ് ഫൈനൽ എഡിഷൻ. അപ്പോ നേരത്തെ പങ്കെടുത്ത സമ്മാനം കിട്ടാത്തവർക്ക് വീണ്ടും സമ്മാനം കിട്ടാൻ ഒരു അവസരമാണ് മൈ ജി ഫ്യൂച്ചർ അടിച്ചു കയറുക കോഴിക്കോട്ടുകാർക്ക് വേണ്ടി ഒരുക്കുന്നത്. അപ്പൊ നമ്മുടെ ബെഞ്ചിലിരിക്കുന്ന എല്ലാരെയും വിളിച്ചാലോ? നമ്മുടെ ബെഞ്ചിലിരിക്കുന്ന ചേച്ചിമാരെ ചേട്ടന്മാരെ വരൂ. സ്വയംവര പന്തലിൽ നിന്ന് രണ്ടുപേര് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം സൂര്യയും നന്ദിനിക്കുട്ടിയും. അപ്പോൾ നല്ലൊരു കൈയടി അവർക്ക്. ലൂസേഴ്സ് ഫൈനലിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ 4 പേര് ഇവിടെ ഉണ്ട്. നമുക്ക് ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെടാം. സുജാത. സുജാത ചേച്ചി എന്ത് ചെയ്യുന്നു? ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല, ആദ്യം വർക്ക് ചെയ്തു. ഇപ്പൊ വീട്ടമ്മയാണ്. ഓക്കെ. മഞ്ജു, ഞാൻ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യുന്നു. നിസാറ് എക്സ് ഗൾഫാണ്. ഗൾഫ്. അതെ, വൈഫിനെ ഓഡിഷന് വേണ്ടി കൊണ്ടുപോയതാണ്. അത് ബൂമറങ്ങായിട്ട് തിരിച്ചു കിട്ടി, അതുകൊണ്ട് വണ്ടി കുന്നു കയറി. എന്റെ പേര് അംബിക, ഹരിതകർമ്മസേനയിൽ ജോലി ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഇതിൽ നിന്നും 2 പേരാണ് മത്സരിക്കാൻ പോകുന്നത്. നേരത്തെ പോലെ തന്നെ ബാക്കിയുള്ളവർ വെയിറ്റിംഗ് ലിസ്റ്റിൽ പോയിരിക്കണം. അടുത്ത റൗണ്ടിൽ മത്സരിക്കാൻ പറ്റുമായിരിക്കും. നിങ്ങളിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോഴെങ്ങനെയാണ് അളിയ? ഇപ്പോഴും നിന്റെ കയ്യിൽ ടങ് ട്വിസ്റ്റർ വല്ലതും ബാക്കിയുണ്ടോ? ടങ് ട്വിസ്റ്റർ ബാക്കിയുണ്ട്, ഞാൻ പറയട്ടാ. നിങ്ങൾ അത് കൃത്യമായിട്ട് തിരിച്ചു പറയോ? വടിയെടുത്ത് പുളി എറിഞ്ഞു, പുളിയെടുത്ത് വടി എറിഞ്ഞു. വടിയെടുത്ത് പുളി വടിയെടുത്ത് പുളി എറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു. 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 വടിയെടുത്ത് പുളി എറിഞ്ഞ്, പുളിയെടുത്ത് വടിയെറിഞ്ഞ്. വടിയെടുത്ത് പുളി എറിഞ്ഞ്, പുളിയെടുത്ത് വടിയെറിഞ്ഞ്. വടിയെടുത്ത് പുളി എറിഞ്ഞ്, പുളിയെടുത്ത് വടിയെറിഞ്ഞ്. വടിയെടുത്ത് പുളി എറിഞ്ഞ്, പുളിയെടുത്ത് വളിയെറിഞ്ഞ്. ഇവിടെ ആരെയാണ് ഉന്നം തെറ്റി വേറൊരു സ്ഥലത്ത് പോയി. വടിയെടുത്ത് പുളിക്കെറിഞ്ഞു, പുളിയെടുത്ത് വടിക്കെറിഞ്ഞു. വടിയെടുത്ത് പുളിക്കെറിഞ്ഞു, പുളിയെടുത്ത് വടിക്കെറിഞ്ഞു. പുളിയെടുത്ത് ആ ചേച്ചി നോക്ക്, ഒരു പ്രസവം കണ്ടോണ്ടിരിക്കുന്ന വേദനയിലാണ്. വടിയെടുത്ത് പുളി എറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു. വടിയെടുത്ത് പുളി എറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു. വടിയെടുത്ത് പുളി എറിഞ്ഞു, പുളിയെടുത്ത് വടിയെറിഞ്ഞു. വടിയെടുത്ത് പുളി എറിഞ്ഞു, വടിയെടുത്ത് പുളി എറിഞ്ഞു. ശരി, അപ്പൊ നീ അല്ല, ആരൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം? നമ്മുടെ നാസർ ചേട്ടനും അംബിക ചേച്ചിക്കുമാണ് കൊടുക്കേണ്ടതാണ് എന്റെ ഒരു എന്ത് പറയുന്നു? നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റ് ഇരുന്ന് പോകരുത്. നാസറേട്ടാ എന്ത് പറയുന്നു? വിളിക്കാൻ പോവല്ലേ നമ്മള്? ഇന്നല്ല, വിളിക്കും. അതല്ലേ? യെസ്. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ പോവുകയാണ് 5000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ നേടാനുള്ള ലെവൽ 1 മത്സരം. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അമ്മച്ചി, അതെന്തോ അത് അമ്മ അല്ല, ഞാനാണോ അത്? എന്നെ നോക്ക്, ഞാൻ അങ്ങനെയാണോ? അല്ല അല്ല, അവൻ അങ്ങനെയാണോ? ആണ്. പിള്ള മനസ്സിൽ കള്ളമില്ല, ഒളിച്ചിരുന്ന് ചിരിക്കുന്നതൊക്കെ കള്ളി. പിള്ള മനസ്സിലെ കള്ളല്ലെന്നാ? പിള്ള മനസ്സിൽ കള്ളമില്ല. ഇതാണോ പിള്ള? ഇത് കൊച്ചു പിള്ള, ഞാൻ അറിഞ്ഞൂടെ? 21 വയസ്സേ ഉള്ളൂ ഈ പിള്ളക്ക്, അല്ലേ? 21 വയസ്സുള്ള പിള്ളേ, നോക്കിങ്ങോട്ട്. ഹലോ പിള്ള, ഇത് കണ്ടോ? ബ്ലൈൻഡ് ഫോൾഡ്. ഇത് കണ്ടോ? കയ്യിലൊരു വാല്. കേട്ടോ, സിമ്പിൾ ആണ്. ഇതില് ഫോട്ടോ കണ്ടല്ലോ. ഇത് കണ്ണു പൊത്തി തരും. നിങ്ങൾ കൃത്യമായിട്ട് ആ വാല് കൊണ്ട് ഒട്ടിക്കണം. അതാണ് മത്സരം. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിതാ അംബിക ചേച്ചിയുടെയും നാസർ ചേട്ടന്റെയും കണ്ണിതാ മൂടിക്കഴിഞ്ഞു. ഇനി പുറകെ ഇരിക്കുന്ന കഴുതയുടെ വാല് നാസർ ചേട്ടനും അംബിക ചേച്ചിയും. ഇങ്ങനെ കാണാൻ ചേച്ചി എന്തൊരു ഭംഗി. കറക്റ്റ് സമയത്തിനുള്ളിൽ ഏറ്റവും കൃത്യമായ സ്ഥലത്ത് കഴുതയുടെ വാൽ വെക്കുന്നവരായിരിക്കും 5000 രൂപയ്ക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു ഫുൾ റൗണ്ട് എവിടെയെങ്കിലും പോയി വീഴും തിലോത്തമ്മ ചേച്ചി, പതുക്കെ. കറക്റ്റ് സ്ഥലത്താണ് പോണത്. കറക്റ്റ് കഴുത, കറക്റ്റ് സ്ഥലത്താണ് കഴുത എടുത്തിട്ടാണ് പോണത്. അത് കഴുത, കറക്റ്റ് കഴുത. അയ്യോ, ക്യാമറ കോഡ് കണ്ടുപിടിച്ച്. ഇനി ഒരു ഉദ്ദേശം, ഒരു ഉദ്ദേശത്തില് ഒരു ഉദ്ദേശത്തില് ഏതാണ്ട് വണ്ടി വരട്ടെ, മുമ്പോട്ട് പോട്ടെ, മുമ്പോട്ട് പോട്ടെ. ഞാൻ പിടിച്ചോളാം. കൈ വെച്ച് തൊട്ട് നോക്ക് എവിടെയാണ് ബോർഡെന്ന്. അയ്യോ, കഴുതയുടെ കണ്ണിൽ കുത്തിയേ. അയ്യോ, കഴുതയ്ക്ക് വേദനിക്കുന്നേ. അമ്മേ, ഇവിടെ ഞങ്ങൾ അവിടെ ഒട്ടിച്ചാ ഒട്ടിക്കോ റീത്താമ്മേ? ആണ്ടേ, കഴുതയുടെ അല്ലല്ലോ ഇത് തിലോത്തമ്മ. അളിയോ,
അയച്ചൂടെ? നയൻ അല്ല വെയിറ്റ് അടിക്കല്ലേ. ആ ഓക്കെ, നല്ലൊരു കൈഡി കൊടുക്കാം. ഓക്കേ, വാ 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 വാ, അടിപൊളി. ഓക്കെ, അങ്ങനെ നമ്മുടെ അംബിക ചേച്ചിയും വാ, ഇങ്ങ് വാ. പാവം അംബിക ചേച്ചി അതെടുത്തോടാ, കയ്യിലെടുത്തോടാ. ഓക്കെ, അംബിക ചേച്ചിയും വിജയമുള്ള കുടുംബ ഫോട്ടോയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ആരുടെ വാലാണ് ഏറ്റവും കുറച്ച് ക്ലോസസ്റ്റ് ആയിട്ടിരിക്കുന്നത്? നമ്മുടെ സെലിബ്രിറ്റീസിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. സെലിബ്രിറ്റീസ് പ്ലീസ് ജഡ്ജ് വിച്ച് ഡോങ്കീസ് വാൽ ഈസ് കറക്റ്റ്. അതാണാ? ഓക്കെ, ഈ ഒരു മത്സരം. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലെവൽ 1 മത്സരത്തിൽ കൃത്യമായിട്ട് കഴുതയ്ക്ക് വാല് വെച്ചു കൊടുത്ത് നാസറിക്ക ജയിച്ചിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ആലോചിച്ചു, അതുകൊണ്ട് തന്നെ അവിടെ ഒട്ടിച്ചു. അരെ ഇവനല്ലേ? ആലോചിച്ച് കറക്റ്റ് ആയിട്ട്. അപ്പൊ 5000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങൾ നേടിയിരിക്കുന്ന നമ്മുടെ നാസറിക്ക. ഞങ്ങളൊരു പാട്ടിട്ട് തരാൻ പോവാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ നൃത്തം വെച്ചോളൂ. നിങ്ങളത് പച്ചയൊക്കെ ഇട്ട് ഒരുമിച്ച് വന്ന് മാച്ചിങ് ആയിട്ട്. അതുപോലെ നമ്മുടെ ജിത്തു അളിയ, നിനക്ക് സീരിയലിലോ ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല, ഇവിടെ നിന്റെ നന്ദിനിക്കുട്ടിയായിട്ട് നിനക്ക് തുള്ളിച്ചാടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരികയാണ്. നിസാറക്കയുടെ ഭാര്യയും കൊണ്ടല്ലേ വന്നേ? നിങ്ങൾക്കും വേണമെങ്കിൽ ഡാൻസ് കളിക്കാം. എവിടെ ഭാര്യ? എവിടെ? തേൻമൊഴി പൂങ്കൊടി വാടിപ്പോച്ചേ സടി വാൻമതി പൈങ്കിളി ആസതീര വാട്ട് നീ ഒന്ന നനച്ചൊന്നൂറുകള പോടി സോകത്തിൽ ഒന്നു വളക്കല ദാടി കെത്ത് കാട്ടിട്ട് അളൂറനെ അഴുത് മുടിച്ചിട്ട് സിരിக்கிறനെ തേൻമൊഴി പൂങ്കൊടി പാടി പോച്ചേ ഞാൻ ചെടി വാൻമതി പൈങ്കിളി ஆசத்தீர பாட்டு நீயே. இந்த மாதிரி ஒரு மேட்டர் நடந்ததை நானும் மறந்துடுறேன், நீயும் மறந்துடு. ஓகேவா? நாளைக்கு என்னை பார்க்கும்போது ஆக்வர்ட் எல்லாம் பிஹேவ் பண்ணக்கூடாது. போடா, போய் எக்ஸாம் படிப்போ. അതിമനോഹരമായ ഒരു ഡാൻസ് പെർഫോമൻസ്. KSFE ഹാർമണി ചിട്ടികളിൽ ചേരുന്ന 100 പേർക്ക് ബമ്പർ സമ്മാനമായി ലഭിക്കുന്ന ഒരു സിംഗപ്പൂർ യാത്ര. ഇവിടെ കൂടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസ്, നിങ്ങൾക്ക് സമ്മാനം തരാതിരിക്കാൻ സാധിക്കുന്നില്ല. മാംഗല്യം തന്തുനാനേന സീരിയലിൽ ശിവാനി ഒളിപ്പിക്കുന്ന മൈക്കിൽ അവനൊക്കെ കൈവെക്കുന്നടാ. പറയൂ. ഗർഭം. ആർക്ക്? ശിവാനിക്ക് ഗർഭം. എന്റെ മുഖത്ത് നോക്കി ഗർഭം എന്നൊക്കെ പറഞ്ഞപ്പോഴേ കല്യാണം ഏതാണ്ട് സെറ്റായി പോണതേ ഉള്ളൂ. അപ്പൊ ചേച്ചിക്ക് സമ്മാനമായി ലഭിക്കുന്ന ഡീപൂൾ കാർ ഷാമ്പു നൽകുന്ന ഒരു സമ്മാനം. ഹൃദയം സീരിയൽ നിത്യയെ ആക്രമിച്ച് കോമ സ്റ്റേജിലാക്കിയത് ആരാണ്? അറിയാവുന്നവർ കൈബുക്കൂ. പ്രഭാവതി. നല്ലൊരു കൈഡി. സമ്മാനം. ചേച്ചിക്ക് സമ്മാനമായി ലഭിക്കുന്ന മുംതാസ് ഗോൾഡ് പ്രീമിയം ക്വാളിറ്റി ബിരിയാണി റൈസ് നൽകുന്ന ഒരു സമ്മാനം. സൂര്യ, എനിക്ക് നിങ്ങളോട് ഒരു ചോദിക്കേണ്ടത്. നിങ്ങൾ രണ്ടുപേരോടും നിങ്ങളുടെ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ മറ്റു ആർട്ടിസ്റ്റുകളോടുള്ള ഒരു സഹവാസം, ഇടപെടലുകൾ, ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ലൈക്ക് എ ഫാമിലി. നമ്മുടെ കുടുംബത്തിലേക്ക് കയറി പോകില്ലേ, അതൊരു ഫീലാണ്. ലൊക്കേഷനിലേക്ക് വരുമ്പോൾ എല്ലാവരായിട്ടും നല്ല കമ്പനിയാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എല്ലാ ആർട്ടിസ്റ്റുകളായിട്ട്. പറ്റിയ ആർട്ടിസ്റ്റ് ആണ്, നല്ല ആപ്റ്റായിട്ട് ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ശരിക്കും നിന്റെ അമ്മ സോന ചേച്ചിയല്ലേ? അതെ. നിനക്ക് സോന ചേച്ചി ശരിക്കും ദേഷ്യം ഉണ്ടോ? ശരിക്കും ദേഷ്യമില്ല. ശരിക്കും എന്തെങ്കിലും നീ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞ തിരുത്തേണ്ടി വരും. നാളെ ലൊക്കേഷൻ മുമ്പ് അവിടെ വെച്ചത് ഞങ്ങള് അടി ഉണ്ടാക്കാനാണോ? പിന്നെ ചെറുതായിട്ടൊന്ന് തീടാൻ നോക്കിയതാ. ഇനി അവിടെ ചോദിച്ചേടാ. അതേ ചോദ്യം നന്ദിനിക്കുട്ടി എടുത്ത് റിപ്പീറ്റ് ചെയ്യുക. എങ്ങനെയാണ് ആ ഒരു സെറ്റ് ഫാമിലി? എനിക്കും അങ്ങനെ തന്നെ. എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആരും അങ്ങനെ പ്രശ്നക്കാരില്ല ശരിക്കും. അതായത് ചില ആളുകൾ ഒഴികെ. ചില ആളുകൾ പേര് പറഞ്ഞല്ലേ, ചില ആളുകളായിരുന്നു എനിക്ക് മനസ്സിലായി. അങ്ങനെ വേറെ പ്രശ്നക്കാരൊന്നുമില്ല, അങ്ങനെ ഈഗോ ക്ലാഷ് അങ്ങനെ ഒന്നുമില്ല. ഇതുവരെ എല്ലാം നന്നായി പോകും. ഹാപ്പി. യെസ്. സൂര്യ ടിവിയിലെ വളരെ ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഒരു സീരിയലാണ് സ്വയംവര പന്തലാട്ടം. സെറ്റിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരതാ? നന്ദിനിയുടെ
സോനം ചേച്ചി. ആളിപ്പൊളി. സെറ്റിൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? കൃഷ്ണേട്ടൻ, അച്ഛൻ. അച്ഛൻ. ഓക്കെ, ശരി. അപ്പൊ ശരിക്കും അച്ഛൻ ഓക്കെ ആണല്ലേ? കമ്പനിയാണ്. ഓക്കെയാണ്, കമ്പനിയാണ്. അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത റൗണ്ടിൽ കൂടെ ചേച്ചി ഔട്ടായി കഴിഞ്ഞാൽ ഈ റൗണ്ടിൽ നിന്ന് പുറത്താവും കേട്ടോ, മത്സരത്തിൽ നിന്ന് പുറത്താവും. അടുത്ത ആൾക്ക് അവസരം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ലെവൽ 2 10,000 രൂപ വില മേടിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഉണ്ട്, മിക്സർ ഗ്രൈൻഡർ ഉണ്ട്, ഇലക്ട്രിക് കെറ്റിലുണ്ട്. ഓക്കെ, ഇലക്ട്രിക് കെറ്റിൽ. അതിന്റെ കൂടെ ഒരു അയൺ ബോക്സും എയർ ഫ്രയർ. കണ്ടല്ലോ, ഇവിടെ 2 വടിയുണ്ട്, ഇതിൽ കുറച്ച് ബിസ്ക്കറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഒരു കൈ ഉപയോഗിച്ച് ഇത് പറ്റും, എനിക്ക് പറ്റുന്നായിരുന്നു, ഇപ്പൊ കൈ വയ്യാത്തോണ്ടാണ്. ഒരു ഇത് വെച്ചിട്ട് ഒരു ബിസ്ക്കറ്റ് എടുക്കണം, എന്നിട്ട് ഇവിടെ നമ്മൾ അടുക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ സ്റ്റാക്ക് ചെയ്യുന്ന ആള് വിജയിക്കും. നിസാരൊക്കെ റെഡി? തേൻമൊഴി റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അതെ, നന്നായിട്ട് കൈ അടിച്ചു കൊടുത്തേ. മറ്റേ കൈ ഒരു കൈ ഉപയോഗിക്കുള്ളൂ, ഒരു കൈ ഉപയോഗിക്കുള്ളൂ. ചേച്ചി ചൈനയിലായിരുന്നു, ജപ്പാനിലായിരുന്നു? സത്യം പറ. കറക്റ്റായിട്ട് ചെയ്യുന്നല്ലോ. കറക്റ്റ്. അയ്യോ, എക്സ് ഗൾഫ്. ചേച്ചി അടിപൊളി. ഇനി തള്ളിയിടരുതേ. ഓക്കെ, പെട്ടെന്ന് അടിപൊളി. സൂപ്പർ 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 സൂപ്പർ. അടുക്കി വെക്കണം, അടുക്കി വെക്കണം, അടുക്കി വെക്കണം. വെരി ഗുഡ്. നന്നായിട്ട് കൈ അടിച്ചു കൊടുത്തേ, കൈ അടിച്ചു കൊടുത്തേ, കൈ അടിച്ചു കൊടുത്തേ. വെരി ഗുഡ്, വെരി ഗുഡ് ചേട്ടാ, വെരി ഗുഡ്. ചേച്ചിക്ക് ഉറക്കം. വെരി ഗുഡ്. കൈ എടുത്തൂടാ, മറ്റേ കൈ എടുത്തൂടാ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു 60-കാരിയോടുകൂടി നമ്മുടെ 20-കാരൻ മത്സരിക്കുകയാണ്. 10 9 8 7 ചുമ്മാ അവ എണ്ണി പഠിക്കുവാണ്. ചേച്ചി കേട്ടോ. 5 4 3 2 1 0. ടൈം അപ്പ് ചേച്ചി, ടൈം അപ്പ്. ഓക്കെ, നിങ്ങൾ കണ്ടോ ആരാ ജയിച്ചത്? 5. അടിപൊളി ചേച്ചി, അതൊക്കെ മതി. 8 ബിസ്ക്കറ്റ്. രൂപയുടെ സമ്മാനം അടിച്ചിരിക്കുകയാണ്. നല്ലൊരു കൈയ്യടി. നമുക്ക് ഒരു റൗണ്ട് കൂടെ ബാക്കിയുള്ളൂ. ആ റൗണ്ടിലേക്ക് അംബിക ചേച്ചി പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഓഡിയൻസ് ആണ്. അതോ നമ്മുടെ പുറകിൽ നിൽക്കുന്ന നല്ല 2 സൂപ്പർ ചേച്ചിമാര്, അവർക്ക് 2 പേർക്ക് അവസരം കൊടുക്കണോ വേണ്ടോ തീരുമാനിക്കണം. മാറണം എന്ന് ആഗ്രഹിക്കുന്നവർ കൈപൊക്കിക്കും. അംബിക ചേച്ചി പോയിട്ട് പുതിയ ആൾക്ക് അവസരം കൊടുക്കണം എന്നുള്ളത്. പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കണം. ഇവിടെ സമരം വിളിക്കില്ലെങ്കിൽ. ഇത്രയും നേരം നമ്മോടൊപ്പം ചിരിച്ച് കളിച്ച് ഡാൻസ് കളിച്ച അംബിക ചേച്ചിയെ നമ്മൾ വെറും കൈയോടെ മടക്കി വിടത്തില്ല. മറിച്ച് നമ്മുടെ നന്ദിനിക്കുട്ടി നൽകുകയാണ് പാലക്കാടൻ നാച്ചുറൽ നെല്ലരി റൈസ്. അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുന്ന ആ 2 പേര് നമുക്ക് സ്വാഗതം ചെയ്യാം. കം ഓൺ. കോഴിക്കോട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡിഷസിന്റെ പേര് പറയണം. ഏറ്റവും കൂടുതൽ ഡിഷസ് പറയുന്ന ആള് ജയിക്കും. 10 സെക്കൻഡ് ടൈം. ബിരിയാണി, അലുവ, വറുത്തക്കായി, ചിക്കൻ ബിരിയാണി, ചിക്കൻ തന്തൂരി, ചിക്കൻ കുഴിമന്തി, കുഴിമന്തി, ബിരിയാണി, പിന്നെ ചപ്പാത്തി, പൊറോട്ട, ഹൽവ, വറുത്തക്കായ, കൊട്ടക്കേക്ക്, പഴംപൊരി, അല്ല പഴംപൊരി, ഉള്ളിവട, പരിപ്പ് വട, പൊക്കുവട. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ പോയി നിന്ന് മടമടാന്ന് തിന്നാൻ അറിയാലോ. ഒന്ന് പറയാൻ പറ. ചപ്പാത്തി, പൊറോട്ട, ഈ ഉന്നക്കായൊക്കെ നിങ്ങളുടെ അല്ലേ? അരിക്കടുക്ക നിങ്ങളുടെ അല്ലേ? ഇതൊക്കെ കോഴിക്കോട് മാത്രം കിട്ടുന്നല്ലേ? അതൊക്കെ അല്ലേ പറയേണ്ടത്? ബീച്ചിലും ഉണ്ട്. ഞങ്ങളെ ബീച്ചിലുള്ള പറഞ്ഞു. പറഞ്ഞു എന്നെ കരയിപ്പിച്ചപ്പോ മതിയായല്ലോ. നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടില്ലേ? വരൂ, വാ. സംഭവം ചേച്ചി തന്നെ തോൽവി സമ്മതിച്ചു പോയിരുന്നു. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ വന്ന് സമ്മാനം കൊടുക്കാം. എന്റെ മോള് ശിശിര അവിടെ ഇരിക്കണ്ട. ഒന്ന് ഓളെ ഇങ്ങോട്ട് വിളിക്കോ? ശിശിര വിളിക്കും. ശിശിര സംസാരിക്കൂല, നടക്കൂല. നിങ്ങളിവ കാണാൻ വേണ്ടി വന്നല്ലോ, മത്സരിക്കാനൊന്നും വന്നല്ലോ. ഓളെ ഫാനാണ്, സൂര്യന്റെ നന്ദിനിന്റെ ഫാനാണ്. സംസാരിക്കും, നടക്കൂല. നിങ്ങളെ കാണാനായിട്ട് വന്നതാ. അമ്മ എന്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് പോണതിന് മുന്നേ മോളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. നമ്മളെല്ലാരും ഒന്ന് പോസ്റ്റ് ചെയ്താൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. അമ്മയും കൂടെ വാ. ചിരിച്ചേ. ഓക്കേ, ആടിപ്പോളേ. അമ്മയ്ക്ക് സന്തോഷമായില്ലേ? അമ്മ ഇനി ഹാപ്പി ആയിട്ടിരുന്നോ കേട്ടോ, ഇരുന്നോ. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് നമ്മൾ സമ്മാനം കൊടുത്തിരിക്കുന്നത് നന്നായിട്ടുണരാൻ 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പാണ്.
എന്റെ പേര് മഞ്ജു എന്നാണ്. ഞാൻ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ മാഞ്ചി ചേച്ചി മത്സരിക്കാൻ വേണ്ടി പോകുന്നത് ഫൈനൽ റൗണ്ടിലാണ്, അതായത് ലെവൽ 3-ലാണ്. 30,000 രൂപയുടെ സമ്മാനങ്ങളാണ് മൈജി ഫ്യൂച്ചർ അടിച്ചു കയറി വായിൽ. ഇതിൽ ജയിക്കുന്നവർക്ക് മൈജി ഫ്യൂച്ചർ അടിച്ചു കയറി വായിൽ അടുത്ത ഒരു ലക്കി ഡ്രോയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. നമ്മുടെ നന്ദിനി കുട്ടിയാണ് ആ ലക്കി ഡ്രോ എടുക്കുന്നത്. സ്വീറ്റ് നന്ദിനി. ദേവിക പി വി. ദേവിക പിവിക്ക് ഒരു സമ്മാനം കൊടുത്ത് ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഈസ്റ്റേൺ 5 മിനിറ്റ്സ് കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ഈ കവറിലുണ്ട്. മോളെ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഫിനാലെ മത്സരം 30,000 രൂപ. ആരാണ് വിജയിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്താ ലഭിക്കാൻ പോണെന്ന് അറിയാലോ അല്ലേ? 30,000 രൂപ. 30,000 രൂപയുടെ സമ്മാനങ്ങളാണ്. എന്തൊക്കെയാണ്? ഒരു വാഷിംഗ് മെഷീൻ, വാട്ടർ പ്യൂരിഫയർ, മിക്സി, കെറ്റിൽ, എയർ ഫ്രയർ, അയൺ ബോക്സ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ നിങ്ങളൊന്ന് കണ്ണു പൊത്തി ഒന്ന് കറക്കി വിടും. ഈ ബലൂൺസ് ഒക്കെ ചവിട്ടി പൊട്ടിക്കുക. ഏറ്റവും കൂടുതൽ ബലൂൺ പൊട്ടിക്കുന്ന ആൾക്കായിരിക്കും സമ്മാനം. And your time starts now. ചവിട്ടിക്കോ. 1 2 3 ഞങ്ങളാണ്, നീ 2 ആണ്. 4 ഇല്ല 4 5 ചവിട്ടിക്കോ. ഇങ്ങോട്ട് 6 ചേട്ടാ, ഈ സൈഡോ 7 ചവിട്ടിക്കോ. അത് പോയി. അടുത്ത പിടി. അതാ ചേച്ചിയുടെ കാലാണ്. ഇങ്ങോട്ട് വാ. 8 കിട്ടി. ചേട്ടന്റെ വലത് കൊല്ല്. അത് പോയി. ഇത് ഫുട്ബോളല്ല. ചവിട്ടി കൊല്ല്. അമ്മോ 8 നിൽക്കുകയാണ്. കുറച്ച് വലത്തോട്ട്. അഞ്ചായതേ ഉള്ളൂ. റൈറ്റ് പിടി. കിട്ടും. എടാ താഴെ നീ എന്തുവാണ്? 9 അതാ ഇവിടെ 5. ഇവിടെ പൊട്ടിക്ക്. എവിടെയാ ബലൂൺ? ഇങ്ങനെയാണ് നടക്കുന്നത്. കള്ള മാറടാ, ഹെൽപ്പ് ചെയ്യാതെ. പാവം ഒന്നും കൂടെ. അയ്യോ 11 ബലൂൺ ഇതാ പൊട്ടിച്ച് നമ്മുടെ മഞ്ജു ചേച്ചി ഇതാ ചരിത്രം സൃഷ്ടിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയും ഐ ആം ദ ആൻസർ. അങ്ങനെ 1ാമത്തെ ലെവലിലും 2ാമത്തെ ലെവലിലും എന്നോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ റീതാമ്മ അല്ല നോ രാധിക, മിണ്ടാരിയടാ അംബിക ചേച്ചി പരാജയപ്പെട്ടെങ്കിലും 3ാമത്തെ ഗെയിമിൽ ഞാൻ ഒരാളെ ഇങ്ങോട്ട് ഇറക്കി. ബെല്ലാരി രാജ പോലെ ബെല്ലാരി റാണി ഇങ്ങോട്ട് വന്നിരുന്ന് ബലൂൺ ചവിട്ടി പൊട്ടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് 1 2 3 4 5 6. എനിക്ക് ഈ ആക്ഷനിൽ എനിക്കൊരു കാര്യം, അതായത് ചേട്ടാ എത്ര ഡിസ്കോ കളിച്ചാലും നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു കഴിഞ്ഞാലേ സിമ്പിൾ ആയിട്ട് ബലൂൺ. ചേട്ടാ ശ്രദ്ധിച്ചായിരുന്ന കൊച്ചിനില്ല? ചേട്ടാ കണ്ണ് ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കാരത്തി മറ്റേ ഒരു മുറി വന്നു ചറ പറയായിരുന്നു. ഇവിടെ ഞങ്ങൾ മൂൺ വാക്കിന്റെ ആളായിട്ട് ഞങ്ങൾക്ക് ബലൂൺ കിട്ടിയില്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ നീയും ചേട്ടനും കൂടെ അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കണം ഞാൻ കണ്ട് ദ്രോഹി. അപ്പൊ നമുക്ക് നമ്മുടെ KSF ൽ എത്തിയിരിക്കുന്ന നമ്മുടെ സജിത ആൻഡ് സജീവ്, പ്ലീസ് കം. ഒരൊറ്റ ഗെയിം കളിച്ചുള്ളൂ. ആ ഒറ്റ ഗെയിമിൽ 30,000 രൂപ അടിച്ചെടുത്തിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെന്റ് ഫ്രം സൂര്യ TV കൊടുക്കുകയാണ്. KSF യുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് സജിത മാഡവും സജീവ് ചേട്ടനുമാണ് അത് കൊടുക്കുന്നത്.